വീണ്ടും അച്ചടക്ക നടപടിയുമായി KSRTC സ്വിഫ്റ്റ് ബസ് വൃത്തിയായി സൂക്ഷിക്കാത്തതിന് ആലുവ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ KT ബൈജുവിനെതിരെയാണ് നടപടി. KT ബൈജുവിനെ 5 ദിവസത്തെ തിരുത്തൽ പരിശീലനത്തിനായി അയക്കും. അലക്സ് റാം മുഹമ്മദ് തിരിച്ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഒരു ഭാഗത്ത് KSRTC പഴയ പ്രതാപത്തിലേക്ക് വരുന്നു. അത്തരത്തിൽ വാർത്തകൾ നേരത്തെ വന്നിരുന്നു. പ്രതിദിന കളക്ഷനൊക്കെ റെക്കോർഡിലേക്ക് വന്ന ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ. നടപടികൾ കടുപ്പിക്കുന്നു ജീവനക്കാർക്കെതിരെ എന്ന പരാതി മറുഭാഗത്തുണ്ട്. TDF അടക്കം അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് നീങ്ങുകയാണ്. ഇതിപ്പോൾ മറ്റൊരു കേസ് കൂടി വരുന്നു. എന്താണ് ഈ സംഭവം? ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? പ്രജന, KSRTCയിൽ ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് അച്ചടക്ക നടപടികൾ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആലുവ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി. ആ സംഭവം ഇങ്ങനെയാണ്. ആലുവ ഡിപ്പോയിലെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് സെപ്റ്റംബർ 29 സർവീസിനിടയിൽ പരിശോധിക്കുന്നു. ആ പരിശോധനയ്ക്കിടയിൽ ബസ്സിൻ്റെ ഇൻസൈഡ് ടോപ്പ്, അതുപോലെ സീറ്റുകൾ, ഗ്ലാസുകൾ, വിൻഡോ ഗ്ലാസുകളൊക്കെ, അതിൻ്റെ അകംവശമൊക്കെ വൃത്തിഹീനമായി കാണപ്പെട്ടു. പ്രസ്തുത ബസ് ഇതിനു മുമ്പും ഇത്തരത്തിൽ വൃത്തിഹീനമായ രീതിയിൽ സർവീസ് നടത്തിയതിന് ആലുവ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർക്ക് താക്കീത് നൽകുകയും ബസ് ശരിയായ രീതിയിൽ വൃത്തിയാക്കുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നാണ് ഈ നടപടി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൃത്തിയാക്കുന്നത് സംബന്ധിച്ച് ചീഫ് ഓഫീസ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാത്തതിലും, അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ യഥാസമയം നടപ്പിലാക്കുന്നതിലും വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാണ് ആലുവ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ KT ബൈജുവിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബൈജു 5 ദിവസത്തെ തിരുത്തൽ പരിശീലനത്തിനായി തിരുവനന്തപുരത്ത് സ്റ്റാഫ് ട്രെയിനിങ് സെന്ററിലേക്ക് അടിയന്തരമായി എത്തണമെന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചീഫ് ഓഫീസർ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഉത്തരവ്. ഇതിൽ അടിയന്തരമായി നിയോഗിക്കുന്ന ആലുവ യൂണിറ്റ് ഓഫീസറെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കളക്ഷൻ കൂടുന്ന വാർത്തകൾ നിലനിൽക്കുന്നു. അതേസമയത്ത് ഒരു വശത്ത് നിന്ന് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു. ഈ ട്രേഡ് യൂണിയനുകൾ ഈ അച്ചടക്ക നടപടിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ശരി, അലക്സ് റാമുഹുദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.